എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിനകത്തോട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 കഷ്ണം പട്ട, 1 തക്കോലം, 4 ഏലക്ക, 4 ഗ്രാമ്പു, 2 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് ചെറിയ തീയിലിട്ടൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ കളറ് മാറുന്നിടം വരെ ഒന്നും മൂപ്പിക്കേണ്ട. ഈ പെരിഞ്ജീരകമൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങുന്നിടം വരെയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് മിക്സിയുടെ ജാറിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 10 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തത്, അപ്പോൾ ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനി ഒരു പാനിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ മസാല ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഈ ചെറിയ തീയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ മസാല മൂപ്പിക്കുമ്പോൾ മല്ലിപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നോളും. അപ്പോൾ അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ ഈ മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 വലിയ സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതും ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉള്ളി വാടാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇനി എണ്ണ ചേർത്ത് കൊടുക്കണ്ട, ആദ്യം ചേർത്ത് കൊടുത്ത എണ്ണ തന്നെ മതിയാവും ഇതിനകത്ത്. അപ്പോൾ ആ എണ്ണ കുറേശ്ശെ വിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ അതിൽ ഉള്ളി വാടിക്കോളും. ഇപ്പോൾ ഉള്ളിയും മസാലയെല്ലാം കൂടി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒരു 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരപ്പ് പുരട്ടി മാറ്റി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ വെള്ളം വേണമെങ്കിൽ, ചിക്കൻ വേവാൻ വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ച് വെക്കുക. ഇനി ഇത് ഒന്ന് വെന്ത് റെഡിയായി വരട്ടെ. ഞാനപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അത് കൂടാണ്ട് ബാക്കിയുള്ള വെള്ളമെല്ലാം ചിക്കനിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമാണ്. ഈ കറിയിൽ വെള്ളം വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഈ കറി നല്ല തിക്കായിട്ടായിരിക്കും വരുന്നത്. നമ്മൾ കാഷ്യൂനട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ഉള്ളൊരു കറിയാണിത്. ഇനി ഇത് നന്നായിട്ട് ചിക്കൻ ഒന്ന് വെന്തൊക്കെ വരണം. അപ്പോഴായിരിക്കും നല്ല കറക്റ്റ് പാകമാവുന്നത്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കട്ട ഉടച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇതിനി ഒന്ന് അടച്ച് വെച്ച് ഈ ചിക്കൻ ഒന്ന് വെന്ത് ഇതെല്ലാം ഒന്ന് റെഡിയായി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, മസാലയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഈ ഒരു ഒറ്റ മസാല കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റുമാണ്. നല്ല കുറുകിയ ചാറും ഒക്കെ ഉള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക്